ഹലോ വെൽക്കം ബാക്ക് അലൻ സെവൻ. അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഒരാൾക്ക് വിശന്നിട്ട് ലഡു ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഉമ്മച്ചിയുടെ ഫോണ് നോക്കിയിട്ട് ആൾ കുറേ ദിവസമായി പറയുന്നു ലഡു ഉണ്ടാക്കുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ആൾ കയറിയിട്ട് ലഡു ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടലമാവ് അതിൽ കടലമാവിൽ ഇച്ചിരി ഉപ്പിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഇങ്ങനത്തെ കയ്യിലുണ്ടല്ലോ അത് വെച്ചിട്ട് ആ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആ അപ്പക്കോരിയിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചാൽ ആ ബോൾസ് വരും കേട്ടോ. അപ്പോൾ അത് അധികം ഒരു 30 സെക്കൻഡൊക്കെ അത് വേവിക്കാൻ പാടുള്ളൂ, നല്ല മുരിയാൻ പാടില്ല. അപ്പോൾ അത് വെന്തതിന് ശേഷം അതെടുത്തിട്ട് പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള ബോൾസുകളാക്കിയിട്ട് വെക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി കൗതുകം തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. ഞാൻ എന്തായാലും യൂട്യൂബിലിടുമെന്ന് പറഞ്ഞിട്ട്. കാരണം അവൾ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ഒരു വലിയ ഭാഗമാണല്ലോ, എൻ്റെ ചാനലിൻ്റെ വലിയൊരു ഭാഗമല്ല. അപ്പോൾ അവളുടെ ഒരിത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ ലഡു ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ അതുപോലെ അത് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മധുരത്തിന്, ലഡു എന്ന് പറയുമ്പോൾ മധുരമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര നമ്മൾ പാകത്തിനുള്ളത് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മെൽറ്റാവാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് അത് ആ ഓയിലൊക്കെ വറ്റി വരുന്ന വരെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള മുന്തിരിയും കാഷ്യൂനട്ടൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടാകും, ആ എണ്ണ ഒരു ഇച്ചിരി ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നമ്മൾ ചൂടാറിയെന്ന് കണ്ടുക ഇതുപോലുള്ള ബോൾ പോലെ രൂപത്തിൽ നമ്മുടെ ലഡു തയ്യാറാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ ബൈ.